പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് പടയാളികൾ വന്ന വിലങ്ങണിയിക്കുമ്പോൾ തന്നോട് കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ധൈര്യം കെട്ടുപോയി. അവരെല്ലാവരും ചിതറിപ്പോയി. 3.5 വർഷം കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം പെട്ടെന്ന് അവരെ വിട്ടകലുന്നത് കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ അവനിൽ നിന്ന് ചിതറിപ്പോയി. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ് ശിഷ്യന്മാർ ചിതറി. ചിലർ പിന്മാറ്റത്തിലേക്ക് പോയി. പണ്ടവർ ഉപേക്ഷിച്ച പടകും വലയും എടുത്ത് മീൻപിടുത്തത്തിന് പോയി. എന്നാൽ പാപത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുന്ന സമയം അവരെല്ലാവരും ഒരു മുറിക്കകത്ത് യഹൂദന്മാരെ പേടിച്ച് ഭയപ്പെട്ട് കഴിയുമ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു അവരെ ധൈര്യപ്പെടുത്തി. യേശു അവരെ ശക്തിപ്പെടുത്തി. എങ്കിലും സ്വർഗാരോഹണത്തിന് തൊട്ടുമുൻപ് അവരോട് പറഞ്ഞു, ദൈവ സാന്നിധ്യം നിങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ നിങ്ങൾക്കെൻ്റെ സാക്ഷികളാകാൻ കഴിയുകയില്ല. ഈ വേല തികയ്ക്കാൻ കഴിയുകയില്ല. ദൈവമനുഷ്യനായ മോശെ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ കൂടെ നീ ആരെയാണ് അയക്കാൻ പോകുന്നത്? ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഇല്ലയെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ സാക്ഷിയാകാൻ കഴിയുകയില്ല. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല സുവിശേഷ വേല. യേശുവിൻ്റെ സാക്ഷിയാകാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. യേശു കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം അവൻ്റെ സാക്ഷികളാകണമെന്നാണ്. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകണമെന്നാണ്. നിങ്ങൾ ഒരു ഗ്രാമത്തിൽ, ഒരു ചെറിയ വില്ലേജിൽ ജനിച്ചു വളർത്തപ്പെട്ട് ജീവിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. യേശുവിൻ്റെ വിളി വലുതാണ്. ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകാനുള്ളൊരു വിളിയാണത്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് സാക്ഷിയാകാൻ കഴിയുകയില്ല. എത്ര അറിവുണ്ടെങ്കിലും ശക്തി നമുക്കില്ലാതെ സാക്ഷിയാകാൻ കഴിയില്ല. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും, എത്ര പേർ കാത്തിരിക്കും. പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, നിശ്ചയമായും ആർത്തിയുള്ളവർക്ക് തൃപ്തി നൽകുന്ന ദൈവം, വിശപ്പുള്ളവന് നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം, ഇന്ന് പകൽ യേശുവിൻ്റെ സാക്ഷിയാകാനുള്ള ഒരവസരം, ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക,
ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.